ഇന്നും നമുക്ക് ഒരു സ്റ്റോറി പറയാം. ഉം? ഞാന് നിൽക്കുന്ന ഹോസ്റ്റലിലെ ചേച്ചി ഒക്കെ അറിയരുത് പറഞ്ഞു ചേച്ചിയുടെ മോനുണ്ട്. ഓക്കെ, ഒരു ചെറിയ കുട്ടി. പക്ഷേ ഇന്നലെ ഒരു കാര്യം ഉണ്ടായി. ഈ ലോകവിവരം മൊത്തമുള്ള നമുക്ക് എനിക്ക് സ്വിഗ്ഗിയിലെ ഓർഡർ ചെയ്യാൻ അറിയില്ല ഫുഡ്. ഇവിടെ എല്ലാവരും ഓർഡർ ചെയ്യുന്നുണ്ടോ ഫുഡ്? അതായത് ഇവിടെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും സൺഡേസിനും ഒക്കെ ഫുഡ് ഓർഡർ ചെയ്യും. അപ്പോൾ ഐ തോട്ട് ഞാനും പഠിക്കണം. കാരണം ഞാൻ അത് പഠിക്കാനില്ല. എന്നാലും പഠിക്കാത്തതിന് മെയിൻ കാരണം മെഷീനാണ്. പഠിച്ച് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പോകും. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പഠിക്കാത്തത്. അപ്പോൾ ഞാൻ പഠിക്കാം. അപ്പോൾ ഈ റൂമിനെ കുട്ടിയോട് പറഞ്ഞു, എടാ എനിക്കൊന്ന് ഇത് പഠിപ്പിച്ച് തരണം, എനിക്ക് ടൈമുള്ളപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾ പറഞ്ഞു ഓക്കെ പഠിപ്പിച്ചാൽ പഠിപ്പിച്ചാൽ പനിഷ്മെന്റ് ഇന്നലെ ലീവായതുകൊണ്ട് സൺഡേ മെഷീൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ താഴെ ബെഡിട്ട് ചൂടായതുകൊണ്ട് ഇരുന്ന് ഇവനിങ്ങനെ എനിക്ക് സ്വിഗ്ഗിൽ ഇങ്ങനെയാണ് ഓർഡർ ചെയ്തത്. നിങ്ങൾ ബർഗർ എടുത്തത് ആൾക്കാരത്തൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വിഗ്ഗിനെ കുറിച്ച് കളിച്ചാൽ മതി. ഒരു ബർഗർ എടുത്തു, അത് ഓർഡർ ചെയ്ത് ഇങ്ങനെ അഡ്രസ്സ് ആഡ് ചെയ്യണം, ഏത് അഡ്രസ്സ് ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കായിരുന്നു. അപ്പോൾ തൽക്കാലം അഡ്രസ്സ് ഇവിടുത്തെ ഒരു അഡ്രസ്സ് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു. ശരിക്കുള്ള അഡ്രസ്സൊന്നും കൊടുത്തില്ല. അപ്പോൾ ലാസ്റ്റ് പേയ്മെൻ്റ് എത്തിയ സമയത്ത് ഇത് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ നോക്കിയാൽ ബാക്ക് അടിക്കാവുന്ന രീതിക്ക് എത്തുമ്പോഴത്തേക്കും ഈ ചെക്കൻ ഈ കൊച്ചു ചെറുക്കൻ എന്ത് പറയുമോ, അപ്പോൾ പേയ്മെൻ്റ് അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഓർഡറായി. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ പറഞ്ഞു. ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ നോക്കുമ്പോൾ ക്യാൻസൽ ആവണില്ല. ചെയ്ത് ഒരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞു നിങ്ങളുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി, നിങ്ങളുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു, പക്ഷെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ദേഷ്യം ഞാനൊക്കെ പറഞ്ഞു നിന്റെ കളിയൊന്നും വേണ്ടാതൊക്കെ പറഞ്ഞു. ഞാൻ എന്തൊക്കെ പറഞ്ഞു ആ സെക്കൻഡ്. ആൻഡ് ഫയലി ആ സാധനം ആ ചേച്ചി തന്നെ വാങ്ങി പൈസയൊക്കെ എനിക്ക് തന്നു. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ തരത്തിൽ ഞങ്ങളൊക്കെ ചെറുതായ സമയം ഞങ്ങളുടെയൊക്കെ മമ്മീജി എന്തായിരുന്നത് ഞങ്ങൾ തിരിയാൻ വേണ്ടി സമ്മതിക്കില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് എൻ്റെ അമ്മേനെ. ഞാൻ ചേച്ചി എപ്പോഴും പറയും, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അമ്മ ഒരമ്മയായിരുന്നു. ഐ മീൻ ഒന്ന് പറയാൻ രണ്ടാമത് അടിച്ച് ഞങ്ങളന്ന് തിരക്കിയിടും. ഇപ്പോഴും ഞാനത് ആലോചിക്കും, ഈ അമ്മയാണോ അന്നത്തെ കാലത്തെ അമ്മയാണോ ഇപ്പോൾ ഉള്ളതെന്ന്. കാരണം ഇപ്പം കാണുമ്പോൾ ഒരു പാവം തന്നെയാണ്. പക്ഷെ ഒരു പാവം വയലിലിട്ട പൂര് കടിക്കാത്തൊരു പൂച്ചക്കുട്ടി എൻ്റെ അമ്മ.